കൊല്ലം എന്ന് പറഞ്ഞ കൊല്ലത്ത് നടക്കുന്ന കഥയാണ്. നമ്മളിതിനെ കൊല്ലം ഈ പടത്തിന്റെ ആദ്യം തന്നെ നമ്മളതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പൊ തന്നെ ആളുകള് കൊല്ലത്തിലേക്ക് ഇന്നാവുകയാണ്. ഞാൻ കുറച്ച് ബ്രേക്ക് എടുക്കാൻ ഡയറക്റ്റ് ചെയ്യാൻ പോവാണ് അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഞാൻ ഡയറക്റ്റ് ചെയ്യുന്ന സിനിമയ്ക്ക് വേണ്ടി എഴുതിക്കൊണ്ടിരുന്ന റൈറ്റേഴ്സ് ഈ ബുക്കാണ് അജേഷിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞപ്പോൾ അവന്മാരാണ് ഈ സിനിമ ഡയറക്ഷൻ എന്തായാലും കുഴപ്പമില്ല, ഞങ്ങൾ വെയിറ്റ് ചെയ്തോളാം, ഇതെന്തായാലും പോയി ചെയ്തു നോക്കും, ഇത് വായിച്ചു നോക്കും. ഇപ്പോൾ ബുക്ക് വായിക്കുമ്പോൾ മല പോലെ വരുന്ന മരിയാനോ എന്ന് പറയുന്നത് നമ്മളൊരു ഇമേജറി ഉണ്ട്. ഒരു പാറക്കല്ല് ഉരുണ്ടു വരുന്ന പോലെ, നടന്നു വരുന്ന പോലെ എന്നൊക്കെ പറയുന്ന പോലെ. അമ്പാനെ പോലെ അല്ലെങ്കിൽ അമ്പാൻ ചുക്കുടുമല്ലേ. കല്യാണ തലേന്ന് നടക്കുന്ന അവരുടെ കൾച്ചറിലുള്ള കുറച്ച് ഇൻസിഡൻസ് ആണ്. അവിടുന്നാണ് ഈ പൊന്മാൻ സിനിമയുടെ തുടക്കം എന്ന് പറയുന്നത്. എന്നെ വിളിച്ചാൽ ഞാൻ അങ്ങോട്ട് വിളിച്ചിട്ട് അഭിനയിച്ച, കാരണം കല്യാണ സമയത്തായിരുന്നു ഇതിന്റെ പരിപാടിയൊക്കെ. അപ്പം കല്യാണത്തിന് പൈസ ഒന്നും ഇല്ലാണ്ട് ഞാൻ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇഷ്ടടിക്കണമെങ്കിലേ കൂടെ ഒരാൾ വേണം. അതിനാണ് അവൻ എന്റെ പുറകെ നടക്കുന്നത്. മെയിനായിട്ട് വരുന്നത് മൊത്തത്തില് പൊന്മാൻ ടീമാണ് ക്യൂ സ്റ്റുഡിയോയിലുള്ളത്. സജിൻ ഗോപു, ബേസി ജോസഫ്, ലിജോ മോൾ, ദീപക് പരമ്പോൾ, 4 പേർക്കും സ്വാഗതം. ഈ പൊന്മാനിലെ ഏറ്റവും ക്രൂഷ്യലായ ഏറ്റവും എക്സൈറ്റിംഗ് ഫാക്ടർ ഈ കലാസംവിധായകനിൽ നിന്ന് സംവിധായകനിലേക്ക് എന്ന് പറയുന്നവര് ഡയറക്ടർ ജ്യോതിഷ് ശങ്കറിൻ്റെ. നിങ്ങളെ പൊന്മാനിലേക്ക് അത്രയും ക്യൂരിയസ് ആയ, അത്രയും പിക്ക് ചെയ്യാനൊക്കെ ഭയങ്കര എക്സൈറ്റ് ചെയ്ത ഒരു ഫാക്ടർ എന്തായിരിക്കും ഓരോരുത്തരും പറയുകയാണെങ്കിൽ? എന്നെ സംബന്ധിച്ചിടത്തോളം ആ ബുക്കാണ് 4-5 ചെറുപ്പക്കാർ എന്ന് പറയുന്ന ബുക്കാണ്. ആ ബുക്കാണ് ആദ്യം വായിക്കുന്നത്. പ്രൊഡക്ഷൻ കൺട്രോളർ ബെന്നി കട്ടപ്പന, ബെന്നി ചേട്ടനാണ് ഈ ബുക്കൊന്ന് വായിച്ചു നോക്കിയിട്ട് അതിൽ ഒരു ക്യാരക്ടർ അജേഷ് എന്ന് പറയുന്ന ക്യാരക്ടറിന് വേണ്ടിയിട്ട് ഒന്ന് ആലോചിച്ച് നോക്കാമോ എന്ന് പറഞ്ഞിട്ട് ആ ബുക്ക് കൊണ്ടുതരുന്നത്. ആദ്യമൊന്നും ഞാനതങ്ങനെ വായിച്ചില്ല. ഞാൻ കുറച്ച് ബ്രേക്ക് എടുക്കാൻ ഡയറക്റ്റ് ചെയ്യാൻ പോവാണ് അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഞാൻ ഡയറക്റ്റ് ചെയ്യുന്ന സിനിമയ്ക്ക് വേണ്ടി എഴുതിക്കൊണ്ടിരുന്ന റൈറ്റേഴ്സ് ഈ ബുക്കാണ് അജേഷിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞപ്പോൾ അവന്മാരാണ് ഈ സിനിമ ഡയറക്ഷൻ എന്തായാലും കുഴപ്പമില്ല, ഞങ്ങൾ വെയിറ്റ് ചെയ്തോളാം, ഇതെന്തായാലും പോയി ചെയ്തു നോക്ക്, ഇത് വായിച്ചു നോക്ക്. അപ്പോൾ ഇത്ര എക്സൈറ്റ്മെൻറ്റ് വേണം, നിനക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നത്, നീ പോസ്റ്റ് ആവും. ഇല്ല കുഴപ്പമില്ല, എന്നാലും കുഴപ്പമില്ല, ഇതെന്തായാലും വായിച്ചു നോക്കുമെന്ന് പറഞ്ഞു. അങ്ങനെയാണത് വായിക്കുന്നത്. വായിച്ചു കഴിഞ്ഞപ്പോൾ ഒറ്റ ഇരിപ്പിന് അത് വായിച്ചു തീർക്കുകയും അതിൽ അജേഷും മരിയാനോയും സ്റ്റെഫി ഗ്രാഫും ബ്രൂണോയും ഈ പറയുന്ന മാർക്കണ്ഡേയ ശർമ്മയും എന്നൊക്കെ പറഞ്ഞിട്ട് ആ വേൾഡും ആ ക്യാരക്ടേഴ്സൊക്കെ നമ്മളെ ഇങ്ങനെ ഭയങ്കരമായിട്ട് എക്സൈറ്റ് ചെയ്യിപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ അത് ബാക്കിയുള്ളവരുടെ പറയാനുള്ളൊരു എക്സൈറ്റ്മെന്റ്, വൈഫിൻ്റെ അടുത്ത് ആദ്യം തന്നെ ഇങ്ങനെ ഒരു ക്യാരക്ടർ, ഇങ്ങനെ ഒരു അജേഷ് എന്ന് പറഞ്ഞ ഒരാൾ, അങ്ങനെ ഇങ്ങനെയാണ്. അത് ബാക്കി കൂട്ടുകാരുടെ അടുത്തും ഇപ്പോൾ ആ റൈറ്റേഴ്സിൻ്റെ അടുത്തൊക്കെ ഡിസ്കസ് ചെയ്യാനൊക്കെ ഭയങ്കര എക്സൈറ്റ്മെന്റും ഒക്കെ തോന്നി. അപ്പോൾ ഇത് ചെയ്യണം എന്നുള്ളൊരു തോന്നൽ അവിടെ നിന്ന് മുതൽ പിന്നെ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ സിനിമ ചെയ്യാം. പിന്നെ അതിലേക്ക് പറയുന്ന ജ്യോതിഷേട്ടനും ഒക്കെ വന്നു. ജ്യോതിഷേട്ടൻ ആർട്ട് ഡയറക്ടർ എന്നുള്ള രീതിയിൽ നിന്ന് മാറിയിട്ട് ഡയറക്ടർ ആവുന്നു. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നടന്ന കഥയും കൂടെയാണ് ഈ 4-5 ചെറുപ്പക്കാർ എന്ന് പറഞ്ഞ കഥയിൽ ഒരു മെയിൻ കഥാപാത്രം ജ്യോതിഷേട്ടൻ തന്നെയാണ്. അപ്പൊ അതിൻ്റെതായിട്ടുള്ളൊരു ഒറിജിനാലിറ്റി, ഐ മീൻ ഭയങ്കര പുള്ളിക്കും കൂടെ റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു സെറ്റിങ്ങും ക്യാരക്ടേഴ്സൊക്കെ ആയതുകൊണ്ട് അത് ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ട് ഈ സിനിമയിലുണ്ടാവും. പിന്നെ ഉറപ്പായിട്ടും സച്ചിൻ മരിയാനോ എന്ന് പറയുന്ന, നമ്മൾ ബുക്ക് വായിക്കുമ്പോൾ മല പോലെ വരുന്ന മരിയാനോ എന്ന് പറയുന്നത് നമ്മളെ ഒരു ഇമേജറി ഉണ്ട്. ഒരു പാറക്കല്ല് ഉരുണ്ടു വരുന്ന പോലെ, നടന്നു വരുന്ന പോലെ എന്നൊക്കെ പറയുന്ന പോലെ. ഈ പാറക്കല്ലിനെ വെച്ച് അഭിനയിപ്പിക്കേണ്ട വരുമോ എന്നൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് സജിൻ വരുന്നത്. ഇപ്പൊ ഈ ഇരിക്കുന്ന ലോകത്തിലുള്ള സജിനല്ല സിനിമയിലുള്ളത്. സിനിമയിലുള്ള സജിനെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു വലിപ്പം ഫീൽ ചെയ്യുന്നുണ്ട്. മരിയാനോ എന്ന് പറയുന്ന പോലത്തെ അമ്പാനെ പോലെ അല്ലെങ്കിൽ അമ്പാൻ ചുക്കുടുമല്ലേ. ഇതല്ല, ഇത് വേറെ. ലിജോ മോള് വരുന്നു, സ്റ്റെഫി ഗ്രാഫ് എന്ന് പറയുന്ന ക്യാരക്ടറിന്, പിന്നെ ആനന്ദ് മന്മഥൻ, ബ്രൂണോ എന്ന് പറയുന്ന ക്യാരക്ടറിന്, ദീപക്, മാർക്കണ്ഡേയ ശർമ്മ. അപ്പൊ എല്ലാവർക്കും ഒരു രസമുള്ള ഒരു കാസ്റ്റും. ക്രൂവിലേക്ക് സാനു ജോൺ വർഗീസും, മ്യൂസിക് ഡയറക്ടറായിട്ട് ജസ്റ്റിൻ വർഗീസും, കോ റൈറ്ററായിട്ടും ജസ്റ്റിൻ മാത്യു, മിന്നൽ മുറിയുടെ. അപ്പൊ എല്ലാവരും കൂടെ ഒക്കെ, പിന്നെ GR ഗോപൻ ഓഫ് കോഴ്സ് അദ്ദേഹം ഉണ്ട്. എല്ലാം കൂടെ വന്നപ്പോൾ അത് കൂടുതൽ എക്സൈറ്റിംഗ് ആയി. പക്ഷെ ബേസിക്കലി എന്നെ എക്സൈറ്റ് ചെയ്യിപ്പിച്ചത് 4-5 ചെറുപ്പക്കാർ എന്ന് പറയുന്ന നോവലിന്റെ അഡാപ്റ്റേഷൻ എന്നുള്ള രീതിയിൽ തന്നെ. അതെ. സഞ്ജയുടെ ഈ പറഞ്ഞ പോലെ പൊതുവേ സജിൻ ചേട്ടൻ ചെയ്യുന്ന ക്യാരക്ടറിൽ മറ്റേ ഒരു കഥാപാത്രത്തിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ ബോഡി കൂടെ ഫിറ്റ് ആക്കുന്നു, അതായത് ബോഡി ട്രാൻസ്ഫോർമേഷൻ കൂടെ നടക്കുന്നു എന്നൊരു പരക്കൊരു ചർച്ചയുണ്ട്. പൊന്മാനിലേക്ക് ഈ പറഞ്ഞ പോലുള്ള ഒരു തയ്യാറെടുപ്പ് എന്തായിരുന്നു ബോഡിയിലും
കഥാപാത്രത്തിൽ? ഈ ബോഡിയിലുള്ള ട്രാൻസ്ഫോർമേഷൻ എത്ര നാൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് എനിക്ക് അറിയാൻ പാടില്ല. എന്നാലും ഈ പറഞ്ഞ പോലെ ഞാൻ ആവേശം കഴിഞ്ഞതിന് ശേഷം ആവേശത്തിന് ഞാൻ ഇതുപോലെ ഇച്ചിരി വെയിറ്റ് കൂട്ടിയതാണ്. അതൊരു ഈ പറഞ്ഞ പോലെ 95, 97 അത്രയും ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ചും കൂടി അത് ഷേപ്ഡ് ആയിരുന്നു. ജിമ്മിലൊക്കെ പോയി വർക്കൗട്ട് ചെയ്ത് ഇച്ചിരി വയറൊക്കെ ചാടിച്ച് അങ്ങനത്തെ ഒരു ക്യാരക്ടറായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് മെലിഞ്ഞ് നോർമലായി എൻ്റെ ഒരു നോർമൽ അവസ്ഥയിലേക്കൊക്കെ നിൽക്കുന്ന സമയത്താണ് ജ്യോതിഷേട്ടൻ കഥ പറയുന്നത്. കഥ പറഞ്ഞു അപ്പൊ ജ്യോതിഷേട്ടൻ എന്നെ കാണുന്ന വെച്ച് കഴിഞ്ഞാൽ ആരൊക്കെ പറഞ്ഞു ഇവൻ അന്ന് ആവേശം ഇറങ്ങിയിട്ടില്ല, അപ്പൊ ഇത്ര ഇതുണ്ടെന്നൊക്കെ പറഞ്ഞ് ഫിസിക്കൽ എന്നെ കാണുമ്പോ നേരെ കാണുന്ന വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെയൊക്കെ ഇരിക്കുകയായിരുന്നു ഞാനപ്പോ ക്യാരക്ടറിന്റെ. അപ്പൊ ഇത് ആ സമയത്ത് കഥ കേട്ട് കഴിഞ്ഞപ്പോ എനിക്ക് തന്നെ തോന്നി ഇതിന് ഇങ്ങനെ കുറച്ചുകൂടി ആവശ്യമുണ്ട്. ജ്യോതിഷേട്ടൻ പറഞ്ഞപ്പോ ഞാൻ വീണ്ടും തിരിച്ച് ആ ഒരു 96 പോയിരുന്നു. കഴിക്കാം ഭയങ്കര സുഖമായി. പക്ഷെ എന്ത് സംഭവം വെച്ചാൽ വിശപ്പില്ലെങ്കിലും നമ്മള് കഴിക്കാൻ കുത്തി കയറ്റാന്നുള്ളതാണ്, അല്ലാതെ കയറൂലല്ലോ. സ്ഥിരം കഴിക്കണ മീലിന് ഒരു 6 മീലൊക്കെ എടുക്കാന്നുള്ളതാണ്. കഴിക്കും, അത് കഴിച്ചതിലെത്തി. പിന്നെ ഈ പറഞ്ഞ പോലെ അതുപോലെ തന്നെ ഇതില് ഒരു തുഴയാൻ വഞ്ചി തുഴയാൻ വേണ്ടിയിട്ട് പ്രോപ്പറായിട്ട് അതൊന്ന് സെറ്റ് ചെയ്ത്, അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ആൾക്കാരെ കണ്ണിപ്പൊടി ഇടുന്ന പോലെ ഒരു സൈഡ് തുഴയുന്നു അല്ലെങ്കിൽ കെട്ടി വലിക്കുന്നു, അങ്ങനത്തെ പരിപാടിയൊക്കെ ആയിട്ട്. അപ്പോൾ അത് അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. 2 ആഴ്ച മുന്നേ കൊല്ലത്ത് പോയി അതിൻ്റെ പ്രിപ്പറേഷനൊക്കെ ആയിട്ട്. ഫിസിക്കലി നല്ല രീതിയിൽ നല്ല ചേഞ്ച് ഉണ്ട്. മീശയാണെങ്കിലും ഹെയർ സ്റ്റൈലും എല്ലാം ആ രീതിയിൽ പിടിക്കാൻ നോക്കി, ആ ലുക്ക് വൈസ് എല്ലാം ഒക്കെയാണ് പിടിച്ചേക്കണത്. ഇനി മുന്നോട്ടൊക്കെ അതുപോലെ തന്നെയൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ രീതിയിലൊക്കെ മാറ്റങ്ങളൊക്കെ വരുത്തി പോകണമെന്നാണ്. ഇപ്പൊ പൈങ്കിളി വരുമ്പോൾ അതിൽ ഭയങ്കര വ്യത്യാസം. പൈങ്കിളി വരുമ്പോ 75 കിലോ ഉള്ളു ഞാൻ. ഇതിപ്പോ ഒരു റബ്ബർ ഷീറ്റ് അടിക്കുന്ന വിഷയത്തിൽ കയറ്റി മരിയാനൊക്കെ കയറ്റി വിട്ട ഇപ്പുറത്തെ പൈങ്കിളി അങ്ങനെ വലിയ അങ്ങനെയാണ് മാറ്റിയിട്ടുണ്ട്. ഉറപ്പായിട്ട് 75 കിലോ എന്ന് പറയുമ്പോൾ തന്നെ 20 കിലോ കുറഞ്ഞില്ലേ? 20 കിലോ കുറയാന്ന് പറഞ്ഞാൽ എന്തൊരു മാറ്റമായിരിക്കും. ഭയങ്കര ഒരു വേറൊരു അത് നമ്മളെ കൊണ്ട് പറ്റൂല, കൂട്ടാനും ഒക്കെ അതെ കൂട്ടാൻ അങ്ങനെ. നിജമോൾ ഇപ്പൊ കഴിഞ്ഞ വർഷം 2024 നോക്കുകയാണെങ്കിൽ ഐ ആം കാതൻ ഹെയർ നടന്ന സംഭവം, ഇങ്ങനെ 3 സിനിമ ഉണ്ടായിരുന്നു. 3 ക്യാരക്ടറും ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഭയങ്കര യുണീക്ക് ആയിട്ടുള്ള ക്യാരക്ടറായിരുന്നു. 2025 നോക്കുകയാണെങ്കിൽ ആദ്യം പൊന്മാനായിട്ട് വരുന്നു. ഈ കഥാപാത്രം എങ്ങനെയാണ്? സ്റ്റെഫി ഗ്രാഫിന്റെ ഗ്രാഫ് പല ഷെയ്ഡ്സ് ഉണ്ട്, 2 ഷെയ്ഡ്സ് ഉള്ള ഒരു ക്യാരക്ടർ. അതിപ്പം എൻ്റെ ക്യാരക്ടറിന് മാത്രമല്ല, ഇതിലെ എല്ലാ പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സിനും ഈ പറഞ്ഞ പോലെ ഒരു ക്യാരക്ടർ ഷിഫ്റ്റ് ഉണ്ട്. അപ്പോൾ അവൾക്ക് അത് ശരിയാണ്, അവൾ ഒരു സാഹചര്യത്തിൽ തിരഞ്ഞെടുക്കുന്നതാണ് അവളുടെ ശരി, അങ്ങനെ ഒരു ക്യാരക്ടറാണ്. പക്ഷെ അത് പിന്നീട് അത് തെറ്റാണെന്ന് തോന്നുമ്പോൾ മാറ്റാനും റെഡി ആയിട്ടുള്ള അങ്ങനെ ഒരു ക്യാരക്ടറാണ്. ഇതിൽ എന്നെ ഏറ്റവും എക്സൈറ്റ് ചെയ്യിപ്പിച്ചത് ഇതിൻ്റെ കഥയാണ്. ഞാനിത് ജ്യോതിഷേട്ടനാണ് എൻ്റെ അടുത്ത് കഥ നറേറ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ 4-5 ചെറുപ്പക്കാർ വായിക്കുന്നത്. അപ്പോൾ വായിച്ചപ്പോൾ ആ കഥ സെറ്റപ്പ് ചെയ്തിരിക്കുന്നത് ഭയങ്കര രസമുണ്ട്. പിന്നെ ഇത് ഒരുപാട് സ്ത്രീകൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ്. പൊന്നാണ് ഇതിൽ നമ്മൾ മെയിനായിട്ട് പറഞ്ഞിരിക്കുന്ന വിഷയം. അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ ഈ പറഞ്ഞ പോലെ പൊന്നിനെ ബേസ് ചെയ്തിട്ടാണ് എന്നുള്ളത് കൊണ്ട് എല്ലാ സ്ത്രീകളെയും പോലെ എനിക്കും ഇത് കണക്ട് ചെയ്യാൻ പറ്റി. സ്റ്റെഫിയുടെ എമോഷൻസ് ആയാലും സ്റ്റെഫിയുടെ തീരുമാനങ്ങളൊക്കെ ആണെങ്കിലും മനസ്സിലാക്കാൻ പറ്റി. അങ്ങനെ ചെയ്തതാണ് സ്റ്റെഫി ഗ്രാഫ്. കേട്ടാ ഇപ്പോൾ പൊന്മാൻ നോക്കണ 2 പ്രത്യേകതയുണ്ട്. അതായത് ഒന്ന് വരുന്നത് ഈ ദീപക്കേട്ടൻ്റെ ലുക്കിലുള്ളൊരു, എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് ഈ മുടി ഭയങ്കര നീട്ടി വളർത്തിയൊരു ലുക്കായിട്ട് വരുന്നത്. രണ്ടാമത് പിന്നെ ഒരു പ്രത്യേകത ഇപ്പൊ പറഞ്ഞ പോലെ സച്ചിൻ തടി കുറയ്ക്കുന്ന പോലെയാണ് ദീപക് മുടി വെട്ടുകയും വളർത്തുകയും ചെയ്യുന്നത്. പൊന്മാൻ കഴിഞ്ഞ് ഇമ്മീഡിയറ്റ്ലി സോഷ്യൽ മുടി കുറച്ചു. 2 ദിവസം കൊണ്ട് മുടി അല്ല പൊന്മാൻ കഴിഞ്ഞിട്ടായിരുന്നു പിന്നെ സൂക്ഷ്മദർശൻ ഷൂട്ട് ചെയ്തത്. പൊന്മാൻ കഴിഞ്ഞിട്ട് ആ സൂക്ഷ്മദർശിനിയും പ്രാവൻകോടും ഒക്കെ അതായിരുന്നു. 1 വർഷമായി കഴിഞ്ഞിട്ട് ഷൂട്ട് കഴിഞ്ഞിട്ട്. അപ്പൊ ഈ രണ്ടാമത്തെ പ്രത്യേകത പറയുമ്പോ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ കോമ്പിനേഷൻ ബേസിൽ സക്സസ്ഫുൾ കൂടെ ഒരാൾ വേണമെന്ന് പറഞ്ഞു. അതിനാണ് അവൻ എന്റെ പുറകെ നടക്കുന്നത്. ഈ രക്ഷപ്പെട്ട അത് 2 പ്രത്യേകതയല്ലേ ശരിക്കും. അല്ല ഞാൻ ഈ പൊന്മാനിൽ എത്തിയത് ആദ്യം ഞാനായിരുന്നില്ല കാസ്റ്റ്, വേറെ മറ്റേ ഇവിടെ കൊല്ലത്തുള്ള ആരൊക്കെയോ ആയിരുന്നു എന്നെ വിളിച്ചല്ല. ഞാൻ അങ്ങോട്ട് വിളിച്ചിട്ട് അഭിനയിച്ച
കാരണം കല്യാണ സമയത്തായിരുന്നു ഇതിന്റെ പരിപാടിയൊക്കെ. ഷൂട്ട് ആയിരുന്നു. അപ്പം കല്യാണത്തിന് പൈസ ഒന്നും ഇല്ലാണ്ട് ഞാൻ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, കുറച്ച് കടം വാങ്ങിക്കേണ്ടി വരുമോ, അല്ലായിരിക്കും മറ്റേ ബാക്കി ദേവദൂതനെ പോലെ ഒരുത്തൻ വന്നു എൻ്റെ അടുത്ത്. ധ്യാൻ എന്നെ വിളിച്ചിട്ട് ഒരു ദിവസം ചോദിച്ചു, അവിടെ എന്താ പരിപാടി? ഞാൻ പറയാം, പിന്നെ ഇവിടെ ഉണ്ട്, എറണാകുളത്തുണ്ട്, അവിടെ ഒരു പരിപാടി ഉണ്ട്, മറ്റേ ഇവിടെ ഒരു ഷൂട്ട് പാലക്കാട്. അങ്ങനെ വിളിച്ചിട്ട് അവൻ തന്നെ പൈസക്ക് വിളിച്ചിട്ട് ഞാൻ അവന് പ്രൊഡക്ഷൻ കൺട്രോളർ പോലെ കണ്ടു. എനിക്ക് പിന്നെ TDS ഒന്നും കട്ടിയാണ്ട് പൈസ ഇടണമെന്നൊക്കെ പറഞ്ഞിട്ട് അവൻ പൈസ ഒക്കെ ഇടിപ്പിച്ച് പോയി അഭിനയിച്ചു. ആ പടത്തിന്റെ അവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല, ഇതുവരെ ബാക്കി ഷൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതുവരെ വിളിച്ചിട്ടില്ല. അപ്പൊ അങ്ങനെ നിൽക്കുന്ന സമയത്ത് എന്തായാലും കുറച്ചുകൂടെ പൈസ വേണം. അപ്പൊ ഞാനിങ്ങനെ പുതിയ പടങ്ങൾ ഏതാ ഷൂട്ട് ചെയ്യുന്നത് എന്നുള്ള രീതിയിലൊക്കെ ചോദിച്ചപ്പോൾ വൈശാഖ് എന്ന് നമ്മുടെ സൗണ്ടില് വൈശാഖ് ഉണ്ട്. അപ്പൊ വൈശാഖ് ഇങ്ങനെ ജ്യോതിഷേട്ടന്റെ പടം വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ജ്യോതിഷേട്ടനെ വിളിച്ചു. ജ്യോതിഷേട്ടൻ പറഞ്ഞു ഇത് ഓൾറെഡി കാസ്റ്റ് ഒക്കെ ആയതാണ്. അപ്പം അങ്ങനെ സംസാരിച്ചു. അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം എടുത്ത് പറഞ്ഞാൽ നീ ഇപ്പോഴത്തെ ലുക്കുള്ള ഒരു ഫോട്ടോ അയക്കുമെന്ന് പറഞ്ഞു. അപ്പൊ അന്ന് കുറച്ച് മുടി വളർത്തിയ ലുക്കായിരുന്നു. അപ്പൊ ഞാൻ അയച്ചു കൊടുത്തപ്പോൾ ഒരു ദിവസം കൊല്ലത്ത് വരാൻ വേണ്ടി പറഞ്ഞു. കൊല്ലത്ത് പോയി ഒരു ചെറിയ സീൻ ഒന്ന് ഓഡിഷൻ പോലെ ചെയ്തു നോക്കി. പുള്ളി പറഞ്ഞു കുഴപ്പമില്ല, വേറെ അത് മുന്നേ ചെയ്യാമായിരുന്നു, ഏത് നടനാന്ന് എനിക്ക് അറിയില്ല, കാസ്റ്റ് ചെയ്തോന്ന് ചെയ്തായിരുന്നു. ലാസ്റ്റ് മിനിറ്റ് മാറി. അപ്പൊ അങ്ങനെ സംഭവിച്ച കല്യാണത്തിന്റെ കണക്ഷനാണ്. അതായത് സിനിമയിലെ പോലെ തന്നെ സിനിമയിലും ഒരു കല്യാണവും പൊന്നും പരിപാടിയും. അതെ അതെ, ഇത് സ്വർണ്ണം വാങ്ങിക്കാനൊന്നുമല്ല കേട്ടോ. ഈ സിനിമയുടെ ഇപ്പോൾ ആദ്യത്തെ ഒരു ഫസ്റ്റ് ലുക്ക് ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നൊരു ഫീൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫൺ മൂഡിലുള്ള ബേസിലും കൂടെ ആയതുകൊണ്ട് ഈ ഫസ്റ്റ് ലുക്കും കൂടെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഫസ്റ്റ് ലുക്കും കൂടെ ആയതുകൊണ്ട് നമുക്ക് ഭയങ്കര ഫൺ മൂഡിലുള്ള സാധനം എന്നുള്ള ഒരു ഞാൻ ഭയങ്കര സീരിയസ് ആയിട്ട് ഞങ്ങൾക്ക് കണ്ടപ്പോൾ ശരിക്കും ഈ പടത്തില് ഭയങ്കര സീരിയസ്. പിന്നെ ഈ ടീസർ വന്നപ്പോഴേക്കും നമുക്ക് ഓക്കെ ആ മൂഡ് അങ്ങനെയല്ല, കുറച്ചുകൂടെ ഒരു ഇമോഷണൽ ഒരു ട്രാവലാണ്, കുറച്ചുകൂടെ ഒരു അങ്ങനത്തെ ഒരു സീരിയസ് മൂഡായിരുന്നു. എന്താ ഈ നിങ്ങൾ ഈ അതിൻ്റെ ഒരു തീരുമാനം എങ്ങനെയായിരുന്നു? നിങ്ങൾ ഈ ഫസ്റ്റ് ലുക്കിൽ ഈ കുറച്ച് കോമിക് ആക്കാന്ന് പറഞ്ഞിട്ടായിരുന്നോ അതോ അല്ല പെർസ്പെക്റ്റീവ് മാറിപ്പോയതാണോ? ഇല്ല, ഈ ക്യാരക്ടറിന് ഒരു റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടറിന്റെ ബേസിക് നേച്ചർ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. സിനിമയിലും നമുക്ക് ഇപ്പൊ അവിടെ ഇരിക്കുന്ന ആള് ടെൻഷനായിട്ട് തന്നെ ഇരിക്കുന്നത്, പക്ഷെ കാണുമ്പോൾ ചിലപ്പോ തമാശയായിട്ടും തോന്നുമായിരിക്കാം. അതെപ്പോഴും ഉണ്ട്, ആ സിനിമയിലും മൊത്തത്തിലുണ്ട്. ക്യാരക്ടറിന്റെ ഒരു അവസ്ഥ ചിലപ്പോൾ ഓഡിയൻസിന് ഫണ്ണിയായിട്ടും അല്ലെങ്കിൽ ക്യാരക്ടർ ആ സമയത്ത് ബിഹേവ് ചെയ്യുന്നതൊക്കെ ചിലപ്പോൾ തമാശ, പക്ഷെ സിനിമയുടെ കോൺഫ്ലിക്റ്റ് ഭയങ്കര സീരിയസ് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് കോൺഫ്ലിക്റ്റ് സീരിയസ് ആണെന്ന് പറഞ്ഞുകൊണ്ട് അത് ഈ പറയുന്ന അജേഷ് എന്ന് പറയുന്ന ക്യാരക്ടറും സീരിയസ് ആവേണ്ട കാര്യമില്ല, അജേഷ് എന്ന് പറയുന്ന ക്യാരക്ടറും തമാശ കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. അജേഷ് ഒരു സാധാരണക്കാരനായ ഒരു ചെറുപ്പക്കാരൻ തന്നെയാണ്. അവൻ അതിൻ്റെതായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും ഉണ്ട്. ഈ പറയുന്ന ഒരു എന്താ പറയുക, ഒരു ഫിനാൻഷ്യൽ ആയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, അങ്ങനെയുള്ള പല സിനാരിയോസും ഉണ്ട് പുള്ളിക്ക്. അപ്പൊ അതുകൊണ്ട് അജേഷിന്റെ സിറ്റുവേഷൻ എല്ലാം ഇതാണ്, അങ്ങനെ പക്ഷെ അയാൾ എത്തിപ്പെടുന്ന സിറ്റുവേഷനും കോൺഫ്ലിക്റ്റുകളും കുറച്ച് ഇന്റൻസായി സിനിമ അങ്ങനെ ഗ്രാഫ് വളർന്നു വരികയാണ്. അപ്പൊ തുടക്കത്തിൽ ചിലപ്പോൾ അജേഷ് നമുക്ക് ഇത്തിരി തമാശയൊക്കെ ആയിട്ട് തോന്നുമായിരിക്കാം സിനിമയുടെ ആദ്യത്തെ ഒരു 15 അരമണിക്കൂർ വരെയൊക്കെ. പിന്നെയാണ് അജേഷ് അർമാദം ആർഭാടം ഒരു സോങ് ഉണ്ട്, ജീവിതം എന്ന് പറയുന്ന അർമാദമാണ്. ഈ പറയുന്ന പോലെ കല്യാണ വീടുകളിലൊക്കെ പോയിരുന്ന രണ്ടെണ്ണൊക്കെ അടിച്ച് അവിടെ ഇരുന്ന് അവിടെയുള്ള ആൾക്കാരൊക്കെ ആയിട്ട് തമാശയൊക്കെ പറഞ്ഞ് അടിച്ച് ഓഫായി അവിടെ ഇവിടെയൊക്കെ അലമ്പാക്കി അവസാനം പക്ഷെ ചെയ്യുന്ന ജോലി വളരെ വൃത്തിയായിട്ട് പുള്ളി അങ്ങനെയാണ്. അർമാദമാണ് പുള്ളിയുടെ ലൈഫ് എന്ന് പറയുന്നത്. അപ്പൊ പുള്ളിയുടെ ബേസിക് ക്യാരക്ടറിന്റെ ട്രേറ്റ്സിലൊക്കെ അതുണ്ട്. പക്ഷെ സിനിമയുടെ സ്വഭാവം വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഡ്രാമ തന്നെയാണ്. ചില സിറ്റുവേഷൻ ചിലപ്പോൾ നമുക്ക് കുറച്ച് പറയുന്ന ചിരി ഉണ്ടാക്കാം, പക്ഷെ ഇതൊരു കോമഡി സിനിമയല്ല, ഒരു കംപ്ലീറ്റ് ഒരു എന്താ പറയുക ഒരു ഡ്രാമ തന്നെയാണ്. പക്ഷെ ഈ പറഞ്ഞ പോലെ ഇപ്പൊ നിങ്ങളുടെ ക്യാരക്ടർ തമ്മിലുള്ള ഒരു ഈഗോ കോൺഫ്ലിക്റ്റ് തന്നെയാണോ ഈ ലീഡ് ചെയ്യുന്ന ഒരു ഫാക്ടർ എന്നുള്ള പറയുന്ന സിനിമയില്? നോവല് പോലെ തന്നെ രണ്ടുപേരും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ഒരു അളിയൻ തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ആണെന്നൊക്കെ തോന്നുന്ന രീതിയിലുള്ള അതുകൊണ്ട് പിന്നെ അതിനെ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യുന്നില്ല. കാറ്റ് ആൻഡ് മൗസ് പരിപാടിയൊക്കെ പോലെ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. അത് ട്രെയിലർ കണ്ടപ്പോ ഒരു ഇത് കിട്ടിയില്ലേ, പക്ഷെ രണ്ടുപേരും മാത്രമല്ല മൊത്തത്തിലുള്ള. അതെ അങ്ങനെയല്ല, മെയിനായിട്ട് വരുന്നത് മൊത്തത്തില് എല്ലാവരും തമ്മിൽ പറഞ്ഞത് പറഞ്ഞാൽ പ്രശ്നമാവും, പറഞ്ഞില്ലെങ്കിൽ. ഈ റൈറ്റേഴ്സിന്റെ കാര്യം ഭയങ്കര ക്രൂഷ്യലാണല്ലോ. അതായത് GR ഇന്ദുവനെ പോലൊരു എഴുത്തുകാരൻ
വരുന്നു. കൂടെ കോറൈറ്റ് ചെയ്യുന്ന മിന്നൽ മുരളി പോലൊരു സിനിമയുടെ കോറൈറ്റർ ജസ്റ്റിൻ മാത്യു. എങ്ങനെയാണ് ജസ്റ്റിൻ ഇതിലേക്ക് വരുന്നത്? ഈ കഥയുടെ ഉത്ഭവം ശരിക്കും എങ്ങനെയായിരിക്കും? കഥ GR ഇന്ദുവോവൻ ചേട്ടന്റെ ബുക്കിനെ ബേസ് ചെയ്തിട്ട് തന്നെയാന്നുള്ള രീതി തന്നെയാണ് നമ്മൾ മുമ്പോട്ട് പോയത്. പക്ഷെ അതിനെ സിനിമാറ്റിക് എന്നുള്ള രീതിയിലേക്ക്, ഒരു സിനിമ എന്നുള്ള രീതിയിലേക്ക്, സ്ക്രീൻ പ്ലേ എന്ന് പറയുന്ന ഒരു കമേഴ്ഷ്യൽ സിനിമയുടെ സ്വഭാവത്തിലേക്ക് വരുമ്പോൾ അതിന്റെ ഒരു പോയിന്റ് തൊട്ട് സിനിമയുടെ ഒരു ടോൺ ഇച്ചിരി കുറച്ച് ഓഫ് ബീറ്റ് ആണ്, കുറച്ചുകൂടെ ഭയങ്കര റിയലിസ്റ്റിക് ആണ്, കുറച്ചുകൂടെ ഒരു കമേഴ്ഷ്യൽ സ്വഭാവം അതിന് വരണം എന്നുള്ളൊരു പോയിന്റിലാണ് നമ്മൾ പിന്നെ ജസ്റ്റിനെയും കൂടെ കൊണ്ടുവരാം എന്നുള്ള രീതിയിലേക്ക്, കുറച്ചുകൂടെ അതിനെ ഇത്തിരികൂടെ സിനിമാറ്റിക് ആക്കാം എന്നുള്ള രീതിയിലേക്ക്. അപ്പോൾ ബുക്കുകൾ എപ്പോഴും സിനിമയാകുമ്പോൾ അതിൻ്റെതായിട്ടുള്ള നല്ലതും മോശമായിട്ടും സംഭവിക്കാം. ഓഡിയൻസിന്റെ മനസ്സിലൊരു ഇമേജറിയും വിഷ്വൽസും ഉണ്ടാവും ബുക്ക് വായിച്ചവർക്ക്. പ്രത്യേകിച്ച് ബുക്കിന് അതിൻ്റെതായിട്ടുള്ള ലിബർട്ടീസ് ഉണ്ട് ഒരു ബുക്ക് എന്നുള്ള രീതിയിൽ. സിനിമ എന്നുള്ള രീതിയിൽ നമ്മൾ ഉണ്ടാക്കുന്ന ലോകവും നമ്മൾ ഫീഡ് ചെയ്യുന്ന ക്യാരക്ടേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ അതിന് ഇത്തിരിയോടെ ഒരു സിനിമാറ്റിക് സ്വഭാവം എന്തായാലും വേണം. അപ്പോൾ ബുക്ക് തിരക്കഥയാക്കുക എന്ന് പറയുന്നത് എപ്പോഴും ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ബുക്ക് അതേപോലെ തന്നെ സിനിമയാക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ല, അത് നല്ലതുമല്ല. മേ ബി ബാക്ക് ഫെയർ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ ഒരു പ്രോസസ്സ് ഇതിൽ എൻറ്റയർലി നമ്മൾ ഷൂട്ട് നടക്കുമ്പോൾ പോലും ഉണ്ടായിരുന്നു. ഈ പറയുന്ന പോലെ ചെറിയ ചെറിയ മാറ്റങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കഥയുടെ ഗതികളൊക്കെ ചെറുതായിട്ടൊക്കെ മാറുക എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു പ്രോസസ്സ് ഇതിലുണ്ടായിരുന്നു. അപ്പോൾ റൈറ്റിംഗ് ഭയങ്കര ക്രിട്ടിക്കലാണ് ഈ സിനിമയ്ക്ക്. ഇന്ദുവോവൻ ചേട്ടൻ്റെ ഒരു റൂട്ടഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസുകളും ഇമ്പോർട്ടൻ്റ് ആണ്. ജസ്റ്റിൻ ഒരു കുറച്ചുകൂടെ കമേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു പോയിന്റ് ഓഫ് വ്യൂ ഈ സിനിമയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ള രീതിയിൽ ഒരു കോമ്പിനേഷൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് ഇതിൽ വർക്കൗട്ട് ചെയ്തിരിക്കുന്നത്. അത് തന്നെയാണ് ഈ സിനിമയുടെ വേറൊരു USP എന്ന് പറയുന്നത്. കമേഴ്ഷ്യൽ സിനിമയാണ്, എന്നാൽ ഒരു റിയലിസ്റ്റിക് സിനിമകളുടേതായിട്ടുള്ള ഒരു ടോണും സെറ്റിങ്ങും ഒക്കെ തന്നെയാണ്, പക്ഷെ വെരി കമേഴ്ഷ്യൽ ഫിലിം. ഈ സിനിമ ഇപ്പൊ പറഞ്ഞ പോലെ ഇത് നടന്നൊരു സംഭവം, ഇപ്പൊ സംവിധായകന്റെ ജീവിതത്തിൽ നടന്നൊരു സംഭവം പറയുമ്പോൾ നിങ്ങൾക്ക് ഈ കഥാപാത്രമൊക്കെ പറഞ്ഞു തരുന്നൊരു സമയത്ത് ഈ റിയൽ ലൈഫ് സിറ്റുവേഷനും ഈ ഇതിലെ ആൾക്കാരും ആ സ്റ്റോറി വേൾഡിൽ ആ പ്രദേശത്ത് നിൽക്കുന്ന ആളുകളെയും കണക്ട് ചെയ്യിപ്പിക്കാനുള്ള ഒരു ശ്രമമാണോ നടന്നത്? എങ്ങനെയായിരുന്നു അത് ഒരു ഫീഡ് തരുന്നത് ക്യാരക്ടറിന് വേണ്ടി? അതെ, ഇത് കൊല്ലം എന്ന് പറഞ്ഞ കൊല്ലത്ത് നടക്കുന്ന കഥയാണ്. നമ്മളിതിനെ കൊല്ലം ഈ പടത്തിന്റെ ആദ്യം തന്നെ നമ്മളതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പൊ തന്നെ ആളുകള് കൊല്ലത്തിലേക്ക് ഇന്നാവുകയാണ്. പിന്നെ അവിടെ നമ്മള് കൊല്ലം അവിടുത്തെ കൾച്ചറിനെ ബേസ് ചെയ്തിട്ടും കൂടിയുള്ള ഒരു കഥയാണിത്. അവിടെ കല്യാണ തലേന്ന് നടക്കുന്ന അവരുടെ കൾച്ചറിലുള്ള കുറച്ച് ഇൻസിഡൻസ് ആണ്. അവിടുന്നാണ് ഈ പൊന്മാൻ സിനിമയുടെ തുടക്കം എന്ന് പറയുന്നത്. അപ്പൊ ഇത് തീർച്ചയായിട്ടും കൊല്ലത്തുള്ളവരെ തീർച്ചയായിട്ടും കൊല്ലത്തുള്ളവർക്ക് ഇത് കുറച്ചുകൂടി കണക്ട് ആവും. കാരണം ബസ്സില് ഒരു ടീച്ചറിൽ ഒരു ഷോട്ട് ഉണ്ട്, ഒരു ബസ്സിൽ തലവെട്ടിച്ചിറ എന്ന് പറഞ്ഞൊരു ഗ്രാമം. ഈ ഗ്രാമമൊക്കെ ഒരു ഫിക്ഷണൽ ഗ്രാമമായിട്ടാണോ എങ്ങനെ അതിനെ ട്രീറ്റ് ചെയ്തൊരു അവസ്ഥയൊക്കെ ഉണ്ടല്ലോ? ഫിക്ഷണലാണ്, ഫിക്ഷണൽ ഗ്രാമം. അവിടുത്തെ ക്യാരക്ടേഴ്സ് ഒക്കെ ഫിക്ഷണലാണ്, പക്ഷെ കുറച്ചുകൂടെ റിയാലിറ്റി ആയിട്ട് അടുത്ത് നിൽക്കുന്ന ക്യാരക്ടേഴ്സും ആണ്. പക്ഷെ അതിനെ നമ്മൾ ഫിക്ഷണലായിട്ട് തന്നെ ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ ഇടി കിട്ടും, സിനിമാറ്റിക് ആക്കി. അല്ലെങ്കിൽ റിയൽ ലൈഫിലുള്ള ആ ക്യാരക്ടേഴ്സ്, ഈ ക്യാരക്ടേഴ്സ് ഒക്കെ റിയൽ ലൈഫിലുണ്ട്, സിനിമയിൽ നടന്ന പല കാര്യങ്ങളും. ശരിക്കും ഞാൻ ചെയ്ത ക്യാരക്ടറും നമ്മുടെ ആക്ടർ രാജേഷ് ശർമ്മയുടെ ക്യാരക്ടറാണ്. മറ്റേ നമ്മുടെ ആക്ടർ അതുപോലെ ചെയ്തു. അതല്ല, പുള്ളിക്ക് ഉണ്ടായ അനുഭവം പുള്ളി ഇവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. ഈ 4-5 ചെറുപ്പക്കാരില് രാജേഷ് ശർമ്മയിലെ അറിയില്ലേ? അദ്ദേഹമായിട്ടൊക്കെ ഇങ്ങനെ സംസാരിക്കാൻ അങ്ങനെ പുള്ളി പടത്തിലൊരു ക്യാരക്ടർ ചെയ്തു, വേറൊരു ക്യാരക്ടർ. മറ്റൊരു ഇത് ഈ സാനു ജോൺ വർഗീസ് വീണ്ടും ആർക്കറിയാൻ പോലുള്ളൊരു സിനിമയ്ക്ക് വരുമ്പോൾ നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് അതിന്റെ ഇമോഷണൽ ഗ്രാഫൊക്കെ ഭയങ്കര കൗതുകമായിട്ട് കണ്ട്, പിന്നെ മലയാളത്തിൽ നിന്ന് ഓക്കെ നമ്മളിത് ഈ മനുഷ്യൻ എവിടെ പോയി എന്നൊക്കെ പറയുമ്പോൾ വീണ്ടും വരുന്നതാണ്. എങ്ങനെയാണ് സാനു ജോൺ വർഗീസും ഈ സംവിധായകൻ തമ്മിലുള്ള കൊളാബറേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏത് സമയത്തായിട്ടായിരിക്കും? സാനു ചേട്ടൻ ആദ്യം മുതലേ ഈ സിനിമയിലുണ്ട്. സാനു ചേട്ടനും ഈ ബുക്ക് വായിച്ചിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം ഒരു ജീനിയസ് ആണ് ബേസിക്കലി. ഇന്ത്യയിൽ തന്നെ വൺ ഓഫ് ദ ഫൈനസ്റ്റ് സിനിമാറ്റോഗ്രാഫേഴ്സിൽ ഒരാളാണ്. ഇപ്പോൾ വിശ്വരൂപവും അല്ലെങ്കിൽ ബദായി ഹോയും അല്ലെങ്കിൽ തെലുങ്കിലെ നാനിയുടെ സിനിമകളൊക്കെ ചെയ്തിട്ടുള്ള ഒരു സിനിമാറ്റോഗ്രാഫർ. എന്നാൽ മലയാളത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹം വേറെ തരത്തിലുള്ള സിനിമ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മലയാളത്തിൽ സിനിമ ചെയ്യുന്നത്. അവിടെയൊക്കെ കുറച്ചുകൂടെ കമേഴ്ഷ്യൽ സിനിമകളൊക്കെ ചെയ്യുന്നു. ഇവിടെ കുറച്ചുകൂടെ റൂട്ടഡ് ആയിട്ടുള്ള കഥകളും ഒക്കെ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നതാണ്. അപ്പൊ ഭയങ്കര പാഷനേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാള്. ഈ പറയുന്ന പോലെ ഉറക്കമോ ഒന്നുമില്ല, സിനിമ. ബേസിക്കലി സ്കൂളിലും ഒക്കെ മറ്റേ ക്ലാസ് ടോപ്പർ ആയിട്ടും കോളേജിൽ ഗോൾഡ് മെഡലൊക്കെ മേടിച്ചും, എന്നിട്ട് സിനിമയിൽ സിനിമാറ്റോഗ്രാഫർ ആയിട്ട് അവിടെയും ഒരു ഗീക്കായിട്ട് തന്നെയാണ് പുള്ളി നിൽക്കുന്നത്. എന്നാൽ ട്രൂ ആർട്ടിസ്റ്റുമാണ്, വെരി ലൈക്ക് ആർട്ടിസ്റ്റ് ആണ്, ബേസിക്കലി ജീനിയസ് അറ്റ് വർക്കാണ്.
അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു കൊളാബറേഷൻ സിനിമയിൽ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഈ പറയുന്ന ആ ടോണും ആ നേറ്റിവിറ്റിയും ഒക്കെ അത് ഭയങ്കര ഓതന്റിക് ആയിട്ടും എന്നാൽ ഒരു തരത്തിൽ ഭയങ്കര മെച്യൂർഡ് ആയിട്ടും സിനിമേനെ സമീപിക്കാനും ഒക്കെ ജ്യോതിഷേട്ടനും സാനു ചേട്ടനുമായിട്ടുള്ള ഒരു കൊളാബറേഷൻ ജ്യോതിഷേട്ടനാണെങ്കിൽ ഇത് ഭയങ്കര റിയൽ ആയിട്ട് സെറ്റ് ചെയ്യുകയും ചെയ്യും. അദ്ദേഹം ആർട്ട് ഡയറക്ടറും കൂടെ ആയതുകൊണ്ട് നേറ്റിവിറ്റി ഒക്കെ ഭയങ്കര ഒത്തന്റിക് ആയിട്ട് സെറ്റ് ചെയ്യാൻ തുരുത്ത് അല്ലെങ്കിൽ ഒരു ചെറിയ വേലിയേറ്റം സംഭവിക്കുമ്പോൾ, അപ്പോൾ ഇപ്പോൾ മരിയാനോന്റെ വീട് ഒരു തുരുത്തിലാണ്. അപ്പോൾ അവിടെ രാത്രിയാകുമ്പോൾ വേലിയേറ്റം സംഭവിക്കും. അപ്പോൾ കല്യാണ തലേന്ന് പെണ്ണും ചെക്കനും ഫോട്ടോ എടുക്കാൻ വേണ്ടി വരുമ്പോൾ നിലത്ത് കാലുകുത്തുമ്പോൾ അവിടെ വെള്ളമാണ്, കല്യാണ പെണ്ണ് കാലുകുത്തുമ്പോൾ. അപ്പൊ അവിടെ കുറെ ഇഷ്ടിക ഇട്ടിട്ടുണ്ട്, അതിലിട്ടിട്ട് വേണം നടന്ന് കല്യാണ ലാൻഡ്സ്കേപ്പും കൂടെ അതിൽ കഥയില് ഇതെല്ലാം ഭയങ്കരമായിട്ട്. അപ്പൊ ഇത് ആ ജ്യോതിഷേട്ടൻ ആ സ്ഥലത്തു നിന്നുള്ള ഒരാളാണ്. അപ്പൊ ആ സെറ്റിങ്ങും അവിടുത്തെ ക്യാരക്ടേഴ്സിന്റെ ഒറിജിനൽ ആ ഒരു നേറ്റിവിറ്റി ഒക്കെ ഇതിന്റെ ആർട്ടിലും ക്യാരക്ടേഴ്സിലൊക്കെ കൊണ്ടുവരാനും സാനിച്ചേട്ടൻ അത് ഭയങ്കര നന്നായിട്ട് ക്യാപ്ചർ ചെയ്യാൻ, ഒട്ടും ഗിമ്മിക്കൽ അല്ലാത്ത രീതിയിൽ എന്നാൽ കമേഴ്ഷ്യലുമാണ് ഇതിലത് ക്യാപ്ചർ ചെയ്യപ്പെട്ടിട്ടുമുണ്ട്. ഈ പൊന്മാന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു പ്രൊട്ടാഗണിസ്റ്റ് സൈഡിൽ ഇപ്പോൾ ബേസിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഫ്രം പാൽത്തു ജാൻവർ നോക്കുകയാണെങ്കിൽ 2-2.5 വർഷത്തെ ട്രാവൽ ഉണ്ടല്ലോ. ഈ പൊന്മാനിലേക്കൊക്കെ നിൽക്കുമ്പോൾ ഈ പ്രൊട്ടാഗണിസ്റ്റ് എന്നുള്ള റോളിലേക്ക് ഒരു കഥ വരുമ്പോൾ ഭയങ്കര ഒരു റെസ്പോൺസിബിലിറ്റി കൂടുതലും കൂടി ഉണ്ടല്ലോ. അങ്ങനെ ചൂസ് ചെയ്യാറുണ്ടോ സ്ക്രിപ്റ്റ് വരുമ്പോൾ തന്നെ ഇത് നമ്മൾ ചൂസ് ചെയ്ത ഒരു റെസ്പോൺസിബിലിറ്റി കൂടുതലാവോ, അല്ലെങ്കിൽ ഡയറക്ഷനും കൂടെ സൈഡിൽ നിൽക്കുന്നതുകൊണ്ട് ആ രീതിയിൽ എങ്ങനെയാണ് അതൊരു ടേക്ക് എടുക്കുക? ഈ പൊന്മാൻ വരെയുള്ള സിനിമകളിൽ ആ ഒരു എന്താ പറയുക, ഈ പറയുന്ന പടത്തിനെ മാർക്കറ്റ് ചെയ്യപ്പെടുന്നതും ഇതെല്ലാം ഈ പറയുന്ന ബേസിൽ ജോസഫ് അങ്ങനെയാണല്ലോ അതിനെ. അപ്പോൾ തീർച്ചയായിട്ടും പ്രൊട്ടാഗണിസ്റ്റ് ആയിട്ട് തന്നെ അതിൽ നിൽക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണല്ലോ, അല്ലാതെ ഒരു സപ്പോർട്ടിങ് റോളായിട്ട് എന്തായാലും മാറാൻ പറ്റില്ല. അപ്പോൾ ആ റെസ്പോൺസിബിലിറ്റി എന്തായാലും ഉണ്ട്. പൊന്മാൻ വരെ ചൂസ് ചെയ്ത ഈ പറഞ്ഞ എല്ലാ സിനിമകൾക്കും അതുണ്ട്. അതായത് ഒരു ലീഡ് ക്യാരക്ടർ എന്നുള്ള രീതിയിൽ തന്നെയുള്ള റെസ്പോൺസിബിലിറ്റി, ക്യാരക്ടർ കഥ നിയന്ത്രിക്കുന്ന ആളായിരിക്കണം എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ പ്രയോറിറ്റി. അയാളുടേത് ചിലപ്പോൾ ഇടി മേടിക്കുന്ന ക്യാരക്ടർ ആയിരിക്കാം, ഇടി കൊടുക്കുന്ന ക്യാരക്ടർ ആയിരിക്കാം, തമാശയായിരിക്കാം. അത് എന്നെ ഞാൻ ബോധേഡ് ആയിട്ടുള്ളൊരു കാര്യമല്ല. ആ ക്യാരക്ടർ കഥ ഡിഫൈൻ ചെയ്യണം, ആ ക്യാരക്ടറിന് എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ എൻറ്റയർലി ആ സിനിമയിൽ ഉണ്ടാവണം. അപ്പോൾ അത് തന്നെയാണ് നോക്കാറുള്ളൂ. ഇപ്പോൾ പൊന്മാനിൽ അതിൻ്റെ എല്ലാം ചെക്ക് ബോക്സും ടിക്കിനാവുന്ന ഒരു ക്യാരക്ടറാണ് അജേഷ് എന്ന് പറയുന്നത്. പൊന്മാനിലെ അജേഷ് എന്ന് പറയുന്നത് ആ ബുക്ക് വായിക്കുന്നവർക്ക് അജേഷ് 4 ചെറുപ്പക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അജേഷാണ് ആദ്യം, പിന്നെ മരിയാനോ ഡെഫിനറ്റ്ലി എല്ലാവരും ഉണ്ട്. അജേഷാണ് ആ ബുക്കിന്റെ ഒരു സോൾ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും പൊന്മാനിൽ എനിക്ക് ഏറ്റവും എക്സൈറ്റഡ് ആയതും അത് തന്നെയാണ്. ആ ക്യാരക്ടറിന് ഭയങ്കര കുറെ ലേയേഴ്സ് ഉണ്ട്. അത് ലിറ്ററേച്ചറിൻ്റെതായിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട്. ഒരു ബുക്കാണല്ലോ ബേസിക്കലി. അതിന് അതിൻ്റെതായിട്ടുള്ള ഡീറ്റെയിലിങ്ങുകളും എല്ലാ ക്യാരക്ടേഴ്സും. മരിയാനോയ്ക്കാണെങ്കിലും ഭയങ്കര ഇമേജറി ഉണ്ട്. നമുക്ക് മരിയാനോ എന്ന് പറയുമ്പോൾ ബുക്ക് വായിച്ചു കഴിയുമ്പോൾ മരിയാനോ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിലൊരു ഇമേജറി ഉണ്ട്. സ്റ്റെഫി ഗ്രാഫിനുണ്ട് അങ്ങനത്തെ ഒരു ഇമേജ്, ബ്രൂണോയ്ക്കുണ്ട്, അജേഷിനും അതിൻ്റെതായിട്ടുള്ള രീതി. തീർച്ചയായിട്ടും അത് സിനിമയിൽ എങ്ങനെയെങ്കിലും കൊണ്ടുവരാനാണ് ശ്രമിച്ചത്. സഞ്ജയുടെ ഈ സംസാരിച്ച് തുടങ്ങുമ്പോൾ തന്നെ ഈ ക്യാരക്ടർ റോളിനെ പറ്റി സംസാരിച്ചല്ലോ. ക്യാരക്ടർ റോൾ ടു പ്രൊട്ടാഗണിസ്റ്റ് എന്നുള്ള ട്രാവൽ ഇവിടെയും നടക്കുന്നുണ്ടല്ലോ. നെക്സ്റ്റ് പടം പൈങ്കിളിയിൽ വരുമ്പോൾ ഈ ബോഡി ട്രാൻസ്ഫോർമേഷൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ പറഞ്ഞ കൂട്ടത്തിൽ തന്നെ അതും കൂടെ പറയണല്ലോ. ഈ ആവേശത്തിലെ ക്യാരക്ടർ അതിന് മുന്നേ ജാനേമൻ ഇതിലൊരു ട്രാവൽ ഉണ്ടല്ലോ. ഇതിൽ ക്യാരക്ടർ റോളിൽ നിന്ന് സ്ക്രീൻ സ്പേസ് കൂടി പിന്നെ പ്രൊട്ടാഗണിസ്റ്റിലേക്കുള്ളൊരു ട്രാവൽ. അതിൽ എവിടെയാണ് പൊന്മാനെ പ്ലേസ് ചെയ്യുക? എങ്ങനെയാണ് ഈ ഒരു ജേർണിനെ കാണുന്നത്? ഇതിലിപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു പൊന്മാനിൽ ഈ പറഞ്ഞ പോലെ ഒരു ക്യാരക്ടർ പരിപാടിയാണ്. ഞാൻ ആക്ച്വലി എന്ന് വെച്ച് കഴിഞ്ഞാൽ പൈങ്കിളി സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഞാൻ ആക്ച്വലി അത് ഞാൻ ചൂസ് ചെയ്തൊന്നുമല്ല. അത് ആ സിനിമ അങ്ങനെ എഴുതി വന്നപ്പോൾ കറക്റ്റായിട്ട് അതിലോട്ട് ഞാൻ ലാൻഡ് ആയതാണ്. അപ്പോൾ അതാണ് അങ്ങനെ സംഭവിച്ചത്. ആവേശം കഴിഞ്ഞിട്ട് എനിക്ക് അതുമായിട്ടൊരു കുറച്ചും കൂടി ഒരു ഡിഫറെൻ്റ് ആയിട്ടൊരു പരിപാടി ആയിട്ട് തോന്നിയത് കേട്ടപ്പോൾ അങ്ങനെയാണ് ഞാൻ പൊന്മാനിലേക്ക് ഇതാവുന്നത്. അതിനുശേഷം നോക്കുകയാണെങ്കിലോ ഈ പ്രൊട്ടാഗണിസ്റ്റ് എന്നുള്ള രീതിയിലും കൂടെ ഒരു എക്സ്പീരിയൻസ് ചെയ്ത ഒരു സാധനമാണല്ലോ. മീൻസ് പൈങ്കിളിയിലേക്ക് അതിനുശേഷമാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ലീഡായിട്ട് വരുമ്പോൾ ഈ പറഞ്ഞ പോലെ എനിക്കത് ഇറങ്ങിക്കഴിഞ്ഞാലേ നമുക്കൊരു പറയാൻ പറ്റുള്ളൂ. അല്ല, സജിൻ ആ ഡിഫറൻസ് കൊണ്ടുവരാൻ ഭയങ്കരമായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഈ പറയുന്ന പോലെ തന്നെ സ്റ്റോറിക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് തന്നെയാണ് ചൂസ് ചെയ്യുന്നത്. ഇപ്പൊ അംബാനാണെങ്കിലും ആ ആവേശത്തിനെ ഡ്രൈവ് ചെയ്യുന്ന അംബാനാണ്. അംബാനിന് നേരെ ഓപ്പോസിറ്റ് ആണ് പൊന്മാനിലെ മരിയാനോ എന്ന് പറയുന്നത്. അപ്പൊ ആ ഷിഫ്റ്റ് ഭയങ്കരമായിട്ട് എന്താ പറയാ, ഒരു പ്ലാറ്റർ ഭയങ്കര ഡൈവേഴ്സ് ആക്കാനുള്ള എന്നാ പ്രോമിനന്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് തന്നെയാണ്. പൊന്മാനിലെ മരിയാനോയിൽ നിന്ന് നേരെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ക്യാരക്ടർ ആയിരിക്കും പൈങ്കിളിയിലെ ക്യാരക്ടർ എന്ന് പറയുന്നത്. അത് കംപ്ലീറ്റ്ലി
അതിപ്പോ നായകനോ വില്ലനോ ഉള്ളതല്ല, അതിന്റെ അത് അപ്പുറത്ത് നമുക്ക് കുറച്ചുകൂടി ഒരു ഉത്തരവാദിത്വം ഉള്ളൊരു ഇതാണ്, ഉത്തരവാദിത്വം കൂടുതലാണ്. പിന്നെ അത് ഭയങ്കര വ്യത്യസ്തമായിട്ടിരിക്കണം എന്നുള്ളത് ഒരു ഹ്യൂമർ ബേസ്ഡുള്ള ഒരു പരിപാടിയാണ്, എന്റർടൈനറാണ്. അത് February 14 ഇറങ്ങുമ്പോൾ കുറച്ചുകൂടി മനസ്സിലാവും. ശേഷം കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. ദിവട്ടാ ഈ വർഷത്തെ സിനിമ ഇപ്പൊ 2025 നോക്കുകയാണെങ്കിൽ സിനിമകളിലെ ഈ തമർ KV 1900 സംവിധായകൻ ചെയ്ത സർക്കീട്ട് എന്ന് പറഞ്ഞ സിനിമ കാണുന്നില്ല, ഭയങ്കര ക്യൂരിയസ് ആയിട്ടുള്ള. ഇപ്പോൾ ഈ പൊന്മാന് ശേഷമൊക്കെയാണല്ലോ നിങ്ങൾ സർക്കീട്ടിലേക്ക് വരുന്നത്. ദുബായ് പരിപാടി, ആസിഫ് അലിയുടെ കൂടെയും ദിവ്യപ്രഭ എന്നുള്ളൊരിത് ഭയങ്കര എക്സൈറ്റിംഗ് ആണ്. ആ പ്രൊജക്റ്റിനെ പറ്റി എന്താണ്? ഭയങ്കര രസമുള്ള സിനിമയാണ്. കാരണം മഞ്ഞുമ്മലൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയത്താണ് താമർ എൻ്റെ അടുത്ത് ഈ കഥ പറഞ്ഞത്. അപ്പം ഞാൻ അന്ന് 1100 കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കഥ പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഒരു കഥ കേട്ടിട്ട് അത്രയും വിഷ്വലി പുള്ളി പറഞ്ഞു കഴിയുമ്പോൾ എനിക്ക് ആ സിനിമ മൊത്തം കാണാൻ പറ്റും. ഞാൻ പറഞ്ഞു എൻ്റെ അടുത്ത് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഒരാൾ കഥ എനിക്ക് ഇത്രയും കിട്ടിയിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞു എനിക്കിത് ഓക്കെയാണ് ചെയ്യാൻ. അപ്പം അങ്ങനെ തന്നെ കമ്മിറ്റ് ചെയ്തത്. അതിനുശേഷമാണ് ഞാൻ 1100 കണ്ടത്. ഭയങ്കര രസമുള്ള സിനിമയാണ്. ഭയങ്കര രസമുള്ള സിനിമയും എനിക്ക് കിട്ടിയ നല്ല ക്യാരക്ടറായിരിക്കും. ഈ വർഷത്തെ മറ്റൊരു ഇത് ഭയങ്കര ഹൈപ്ഡ് ആയിട്ടുള്ള ദാവീദ് എന്നുള്ള സിനിമയുടെ ടീസർ കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത്. ദാവീദിനെ കുറിച്ച് എന്താ പറയാൻ പറ്റുന്നത്? ഇപ്പോ ദാവീദിനെ കുറിച്ച് ഈ ഒരു ഇതിൽ പറയാൻ പറ്റില്ല. അതാ ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞത്, എന്തായാലും അതിന്റെ പ്രൊമോഷൻ ഉണ്ടോക്കെ. ദാവീദ് ഒരു ആക്ഷൻ ഡ്രാമയാണ്, പ്ലസ് ഒരു ഫാമിലി ഓഡിയൻസിനും കൂടി നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളൊരു സിനിമയാണിത്. അതിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ അതിൽ ഇത് ടീസറിലൊക്കെ ഉള്ളത് അതിൻ്റെ ബോക്സിങ് എന്നുള്ള അത് മാത്രമേ ഉള്ളൂ. പക്ഷെ അങ്ങനെ അല്ലാതെ വേറെ കുറേ എലമെന്റ്സും കൂടി ഉള്ള ഒരു സിനിമയാണ്. അതിൽ എൻ്റെ ക്യാരക്ടർ പെപ്പയുടെ വൈഫ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പം ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ളതിൽ കുറച്ചും കൂടി ഒരു എന്താ പറയുക, കുറച്ച് മച്വേർഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് കുറച്ചും കൂടി ഒരു കുസൃതിയൊക്കെ ഉള്ള ഒരു ക്യാരക്ടർ, അതേസമയം മച്വേർഡ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് പറയാനെന്താ, കൂടുതൽ പറയാനാണെങ്കിൽ ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത ഒരു കുടുംബനാഥനാണെങ്കിൽ ആ വീടിനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ഇതുപോലുള്ള ഒരു ഭാര്യയായിരിക്കും. അങ്ങനെ ഒരു ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. അപ്പം അത്ര എനിക്ക് അതിനെ കുറിച്ച് പറയാൻ പറ്റും. കഴിഞ്ഞ ദിവസം എമ്പുരാന്റെ ഒരു ക്യാരക്ടർ പോസ്റ്റർ പുറത്തുവിട്ടിരുന്നു. ഒരാൾ തിരിഞ്ഞു നിന്ന് വൈറ്റ് ഷർട്ട് ഇട്ടിട്ട് ഷർട്ടിന്റെ ബാക്കിൽ ഒരു ഡ്രാഗന്റെ ഒരു ചിത്രം ഉള്ളൊരു സാധനം. ഇതിൽ ഭയങ്കര ട്രോൾ വന്നു. ഇത് ആരായിരിക്കും, ഇത് തമിഴിൽ നിന്ന് ഒരു ക്യാമിയോ ആണോ, ഹിന്ദിയിൽ നിന്ന് ക്യാമിയോ ആണോ എന്നൊക്കെ പറയുമ്പോൾ താഴത്തെ കമന്റ് എല്ലാം അല്ല, ഇത് ബേസിൽ ജോസഫ് ആണ് എന്നുള്ളൊരു കമന്റ് വന്നു. ഇത് ധ്യാൻ ശ്രീനിവാസനോട് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞത് ഇല്ല, രാജുവേട്ടൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല എന്നാണ്. അത് കണ്ടിരുന്നത് അല്ല അത് കണ്ടായിരുന്നു. അതൊരു എനിക്ക് തോന്നിയത് ധ്യാൻ പറഞ്ഞ പോലെ തന്നെ ഞാനാണെങ്കിൽ ഇതിനെ തിരിച്ചു നിർത്തുന്നത് നേരെ നിർത്തിയാൽ പോലെ. എന്തിനാണ് ഇത്ര ബിൽഡപ്പ്? അതാണ് എനിക്ക് തോന്നിയത്. എന്തായാലും ഞാനല്ല. എന്താ ഈ പൊന്മാന്റെ ഒരു ഫൈനൽ നോട്ട് ഇപ്പൊ റിലീസിന് അടുത്ത് നിൽക്കുന്നത്, നിങ്ങൾ ഈ ഇതിന്റെ ഫൈനൽ വർക്ക് കഴിഞ്ഞ് ഇതിന്റെ സ്ക്രീനിങ് ഒരു പ്രിവ്യൂ കണ്ട ഒരു സിറ്റുവേഷൻ ആണോ? ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ് ആക്ച്വലി സിനിമ കണ്ടിട്ട്. എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ സിനിമ ഇറങ്ങി കഴിയുമ്പോഴാണ് ഈ സിനിമ ഭയങ്കരമായിട്ട് പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇപ്പോൾ അതിൻ്റെ ഒരു സ്വഭാവം കുറച്ച് ഡ്രാമയും അങ്ങനത്തെ ഭയങ്കര ഇൻറ്റൻസും ആയതുകൊണ്ട് മറ്റു ജോണർ പടങ്ങൾ ഡിസ്കസ് ചെയ്യപ്പെടുന്ന പോലത്തെ ഒരു എക്സ് ഫാക്ടർ ഇപ്പോൾ ചിലപ്പോൾ പ്രീ റിലീസ് ചിലപ്പോൾ സിനിമയ്ക്ക് കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല. എന്നാൽ പോലും അതിൻ്റെ ഇൻറ്റൻസിറ്റിക്ക് എക്സൈറ്റഡ് ആയിട്ടുള്ള കുറേ ആൾക്കാരുണ്ട്. പിന്നെ തീർച്ചയായിട്ടും ഞങ്ങൾ അങ്ങനത്തെ ഒരു കോമ്പിനേഷൻ ചെയ്യുന്നു എന്ന് പറയുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ്. പിന്നെ അതിന്റെ മെറ്റീരിയൽ കാണുമ്പോൾ തന്നെ അതിന്റെ ഒരു ഡെപ്തും ആ ലാൻഡ്സ്കേപ്പും ഭയങ്കര എക്സൈറ്റിംഗ് ആണ്. അതെ, അപ്പോൾ സിനിമ ഇറങ്ങി കഴിയുമ്പോൾ അത് ഓഡിയൻസിന് ഭയങ്കരമായിട്ട് കണക്റ്റ് ആവും തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതൊരു ഭയങ്കര രസമുള്ള സിനിമയായിരിക്കും എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കിയെടുത്തോളം. എനിക്കും പേഴ്സണലി ഭയങ്കര ലോങ് ട്രാവലാണ് ഈ സിനിമയായിട്ട്. ഇതിൻ്റെ ബുക്ക് വായിച്ച അന്ന് മുതൽ ഒരു വലിയ ജേണി ഉണ്ട്. ഇതിൻ്റെ ഡയറക്ടർ ജ്യോതിഷേട്ടനാണെങ്കിലും ഒരു 5 വർഷമായിട്ട് ഈ സിനിമയുടെ പ്രോസസ്സിലാണ്. അതിൻ്റെ പല രീതിയിലുള്ള ഈ സിനിമ ഒന്ന് ഓണാക്കി എടുക്കാനുള്ള പ്രോസസ്സിലാണ്. അപ്പോൾ എനിക്കും ഭയങ്കര പേഴ്സണൽ ആയിട്ടുള്ള സിനിമയാണ്. ആ ക്യാരക്ടറിനോടുള്ളൊരു ഭയങ്കരമായിട്ടുള്ള ഒരു അഡിക്ഷനും ഉണ്ടായിരുന്നു ചെയ്തുകൊണ്ടിരുന്നപ്പോഴും. ചെയ്ത് കഴിഞ്ഞ് ഓരോ ഫേസിലും ഈ സിനിമേൻ്റെ വളർച്ച നേരിട്ട് കാണുകയും അപ്പോൾ അവസാനം ഇത് തിയേറ്ററിൽ നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് കണ്ടപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. എൻ്റെ വൈഫും ഉണ്ടായിരുന്നു, ഫ്രണ്ട്സും അവരൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ് സിനിമ ഇറങ്ങാനായിട്ട്. പിന്നെ ഇതിൻ്റെ ടെക്നീഷ്യൻസും എല്ലാവരും ആത്മാർത്ഥമായിട്ട് പണിയെടുത്തിട്ടുണ്ട്. അത് ജസ്റ്റിൻ്റെ മ്യൂസിക് ആണെങ്കിലും ജസ്റ്റിൻ
ഭയങ്കര കോൺട്രിബ്യൂഷനാണ് സിനിമയ്ക്ക് ചെയ്തിരിക്കുന്നത്. ഇതിലെ പാട്ടുകളും ഇതിലെ മ്യൂസിക്കിനെ കുറിച്ച് സിനിമ ഇറങ്ങി കഴിഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യപ്പെടും. ഇതിലെ പാട്ടുകൾ വലിയ രീതിയിൽ ഇനിയും റീച്ച് എന്തായാലും എത്തും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതിൻ്റെ മ്യൂസിക്കിനെ കുറിച്ച് ഒരുപാട് ഡിസ്കസ് ചെയ്യപ്പെടും. നിതിൻ രാജേതിൻ്റെ എഡിറ്റർ ഭയങ്കരമായിട്ടുള്ളൊരു കോൺട്രിബ്യൂഷൻ ചെയ്തിട്ടുണ്ട്. നിതിൻ്റെ എഡിറ്റ് ഭയങ്കര എന്താ പറയുക, നമുക്ക് സിനിമ കാണുമ്പോൾ അത് മനസ്സിലാവും, ഭയങ്കര ഫ്ലോലെസ് എഡിറ്റാണ്. അപ്പോൾ എല്ലാം കൊണ്ടും അങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് ടെക്നീഷ്യൻസിൻ്റെയും പിന്നെ ഈ പറയുന്ന നമ്മുടെ ചുറ്റുമിരിക്കുന്ന ഈ പറയുന്ന ആക്ടേഴ്സിൻ്റെ അതിഭീകരമായിട്ടുള്ള കോൺട്രിബ്യൂഷൻ ഉണ്ട്. സജിൻ മരിയാനുമായിട്ട് ഉഗ്രനായിട്ടാണ് സജിൻ ചെയ്തിരിക്കുന്നത്. അംബാനിന്ന് നമ്മൾ ഞെട്ടിപ്പോകും സജിനെ മരിയാനോ എന്നുള്ള രീതിയിൽ കാണുമ്പോൾ. ലിജോ മോളാണെങ്കിലും സ്റ്റെഫി ഗ്രാഫ് എന്ന് പറയുന്ന ക്യാരക്ടർ ഭയങ്കര മെച്യൂർഡായിട്ട് സമീപിക്കേണ്ട കുറേ വൾണറബിലിറ്റിയും ഇമോഷൻസിനെയൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ഒരു ക്യാരക്ടറാണ്. അതും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ലിജോ മോളുടെ വൺ ഓഫ് ദ ഫൈനസ്റ്റ് പെർഫോമൻസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്ത ഒരു സിനിമയാണ്. അതും ആൾക്കാർ ചർച്ച ചെയ്യുന്ന തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ ആനന്ദ് മന്മഥൻ ബ്രൂണോ എന്ന് പറയുന്ന ക്യാരക്ടർ. അപ്പോൾ ആനന്ദിൻ്റെയും ഒരു കരിയർ ഡിഫൈനിങ് റോള് തന്നെയാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. കാരണം വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. പിന്നെ ഓഫ് കോഴ്സ് ദീപക്കും ഭയങ്കര രസമായിട്ട് ആ ഒരു മാർക്കണ്ഡേയ ശർമ്മ എന്ന് പറയുന്ന ക്യാരക്ടർ. പിന്നെ കുറേ പുതിയ ആക്ടേഴ്സ് ഉണ്ട്. പിന്നെ അമ്മമാരായിട്ടൊക്കെ ഞാൻ ഇവരോട് പറഞ്ഞില്ലെങ്കിൽ ഇവരെന്തെങ്കിലും ദീപക്കും കൊള്ളാടാ ഞാൻ നല്ല നടനല്ലടാ. അല്ല അതെ ആളാണ് എന്നെ ഞെട്ടിച്ചു കളഞ്ഞു. പിന്നെ അമ്മമാരായിട്ട് അഭിനയിച്ചിരിക്കുന്ന ചേച്ചിമാരും അവരും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഞാൻ ഇത് സിനിമ കാണാത്ത പ്രേക്ഷകരുടെ അടുത്ത് നമ്മളിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ കാര്യമില്ല. ഇത് സിനിമ കണ്ടു കഴിഞ്ഞിട്ട് ഇത് പ്രേക്ഷകർ തന്നെ തീരുമാനിക്കട്ടെ. എന്തായാലും നല്ല സിനിമയായിരിക്കും, ഒരു സംശയമില്ല. പൊന്മാൻ വിജയിക്കട്ടെ. അപ്പോൾ സിനിമ ഇറങ്ങിയ ശേഷം കൂടുതൽ സംസാരിക്കാൻ, ഇതിൽ കൂടുതൽ സാധ്യതകളോടെ സംസാരിക്കാൻ പറ്റട്ടെ. താങ്ക് യു സോ മച്ച്.